മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ജനിക്കുന്നതിനും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പുമണി പോലെ പഴിക്കുന്നതിനുമുള്ള നിന്റെ തുരുവിന് അവസാനം വരുത്തുക. സ്വർഗത്തിന്റെ വലിയ അഭിഷേകം ഈ ആലയത്തിൽ വന്ന് നിറയട്ടെ. 150 കിലോമീറ്റർ ചുറ്റുള്ളതിന് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുക. ബെനഡിക്റ്റിനോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിന്റെ മുമ്പിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടു. ബെനഡിക്റ്റിലൂടെ എന്റെ കയ്യിൽ സൗഖ്യം തന്നു. മാധ്യസ്ഥത്തിന് എത്ര ശക്തിയുണ്ടെന്ന് കരവടിച്ച് ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. വിശ്വാസത്തോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങൾക്ക് പുത്തനുണർവും അഭിഷേകം തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ തൊടണമേ, ഞങ്ങളുടെ യാത്രയിൽ കൂട്ടായിരിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹമാക്കണമേ. കൃപയോടെ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം. നമ്മുടെ ആരുടെയും മഹത്വമല്ല, നമ്മുടെ ആരുടെയും കൃപയും കഴിവുമല്ല, മറിച്ച് ദൈവത്തിന് നമ്മോടുള്ള കരുണയും സ്നേഹവും. കർത്താവിന് നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് മനുഷ്യ മക്കളുടെ ഏറ്റവും വലിയ കുറവ് എന്ന് പറയുന്നത്. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് സ്വർഗീയ ഓസ്ലേം ലക്ഷ്യമാക്കി നമുക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷെ പലപ്പോഴും